നിരവധി കുടുംബങ്ങൾ പട്ടിണിയുടെ വക്കിൽ ആത്മഹത്യയിലേക്ക് എത്തിയിരിക്കുന്നു. ഹരിതകർമ്മസേന എന്ന ഒരു സംവിധാനം കൊണ്ടുവന്നതോടുകൂടി കാലാകാലങ്ങളായി ചെയ്തു വന്നിരുന്ന നിരവധി തൊഴിലാളികളാണ് സ്ക്രാപ്പ് ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇവർക്ക് ഏറെ പട്ടിണി അനുഭവിക്കേണ്ടി വരുന്നത്. ഹരിതകർമ്മസേനയുടെ 50,000 രൂപയോളം വില വരുന്ന പ്ലാസ്റ്റിക് മാലിന്യം കത്തിനശിച്ചു. കെട്ടിടത്തിനും മറ്റുമായി ഏകദേശം 5 ലക്ഷം രൂപയോളം വരുന്ന നാശനഷ്ടമുണ്ടായെന്നും കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുണ്ടറ പോലീസിൽ പരാതി നൽകിയെന്നും പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് കേരളം 24-ന് വേണ്ടി ചാരു, ന്യൂസ് ഡെസ്ക്. പേരയം ഗ്രാമപഞ്ചായത്തിൻ്റെ മെയിൻ MCF കെട്ടിടമാണ് ഇവിടെ കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടുകൂടി സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിക്കുകയുണ്ടായത്. കഴിഞ്ഞ ഏതാണ്ട് 6 വർഷക്കാലമായി ഇവിടെ ഇത്തരത്തിൽ ഹരിതകർമ്മസേന വീടുകളിൽ സംഭരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളെല്ലാം തരംതിരിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് ഇത് ഷ്രെഡ് ചെയ്തും അതുപോലെ വെയിൽ ചെയ്തും എല്ലാം സംസ്കരിക്കുന്ന പ്രധാന യൂണിറ്റ്, പേരയം പഞ്ചായത്തിൻ്റെ പ്രധാന യൂണിറ്റ് ഇവിടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ വാർഡുകളും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് തരംതിരിക്കാനായിട്ട്, സെഗ്രിഗേറ്റ് ചെയ്യാനായിട്ട് ഇവിടെയാണ് സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വെച്ചാണ് സെഗ്രിഗേഷൻ പ്രവൃത്തികൾ ഉൾപ്പെടെ ഹരിതകർമ്മസേനാംഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. പേരയം പഞ്ചായത്തിലെ മെയിൻ മാർക്കറ്റ് കൂടിയാണ് ഈ കോമ്പൗണ്ടിൽ തൊട്ടപ്പുറത്തായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ സാമൂഹ്യ വിരുദ്ധരാണ് ഇതിന് പിന്നിലെന്നാണ് പഞ്ചായത്ത് ന്യായമായി ഇത് സംശയിക്കുന്നത്. കാരണം വളരെ ആസൂത്രിതമായിട്ടാണ് ഈ കൃത്യം ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത്. 2 സൈഡിലായിട്ട് സംഭരിച്ചിരുന്ന സെഗ്രിഗേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ലെഗസി വേസ്റ്റായിട്ടുണ്ടായിരുന്ന പ്ലാസ്റ്റിക്കുമാണ് ഒരേ സമയം ഇവിടെ കത്തി നശിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ തൊട്ട് പുറകിലായിട്ട് നാപ്കിൻ വെൻഡിങ് മെഷീൻ ഇവിടെ സ്ഥാപിച്ചിരുന്നു. അതിൻ്റെ വയറിങ് ഉൾപ്പെടെയുള്ള എല്ലാം അടിച്ച് പൊട്ടിച്ചിട്ട് തകർത്താണ് ഇട്ടിരിക്കുന്നത്. അതിന് ശേഷമായിരിക്കണം ഒരുപക്ഷെ ഇവിടെ ഇത്തരത്തിൽ ഈ കത്തിക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഈ കെട്ടിടത്തിനുള്ളിൽ സംഭരിച്ചിരുന്ന പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ കെട്ടിടത്തിൻ്റെ വയറിങ് അടക്കം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് പഞ്ചായത്തിന് ഇതുമൂലം സംഭവിച്ചിരിക്കുന്നത്. ഇത് വളരെ കൃത്യമായി ആസൂത്രിതമായുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ, കുറ്റക്കാരായവരെ പോലീസ് സമഗ്രമായി അന്വേഷണം നടത്തി അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയും ഹരിതകർമ്മസേനയും ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. പഞ്ചായത്തിനുണ്ടായ നഷ്ടം ഈ പ്രതികൾ ഈടാക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ നിയമ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നാണ് പഞ്ചായത്ത് ആവശ്യപ്പെടുന്നത്. ഇത് സംബന്ധിച്ച് ഞങ്ങൾ ഇന്നലെ ഏകദേശം രാത്രി 11 മണിയോടുകൂടിയാണ് പരിസരവാസികളിൽ നിന്ന് വിവരം അറിഞ്ഞിട്ടാണ് ഞാനും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ MG ബിനോയ്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ശ്രീമതി റൈച്ചൽ ജോൺസൺ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീമതി N ഷേർലി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ B സ്റ്റാഫോർഡ്, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ ബിനോയ് ജോർജ് അടക്കമുള്ള ജനപ്രതിനിധികളെല്ലാം ഇവിടെ എത്തിച്ചേർന്നു. അപ്പോൾ ഞങ്ങളും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ 2 യൂണിറ്റ് എത്തിയാണ് ഇവിടെ കൊണ്ടുപോയി നിർത്തിയ 2 യൂണിറ്റാണ് തീകെടുത്താൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചത്. പരിസരവാസികളായ ആളുകളെല്ലാം ഉണ്ടായിരുന്നു. പരിസരവാസികൾ ഏകദേശം 11 മണിയോടുകൂടിയാണ് ഈ വിവരം അറിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേർന്നത്. പിന്നീട് വളരെ സാഹസികമായാണ് അവർ ഈ തീ കെടുത്തിയത്. അതുകൊണ്ട് ഈ നഷ്ടം ഇത്തരത്തിൽ അവസാനിച്ചത് ഫയർഫോഴ്സിൻ്റെ സമയോചിതമായ ഇടപെടലും അതുപോലെ ജനപ്രതിനിധികളുടെ കാര്യക്ഷമമായ ഇടപെടലും കൂടാണ് ഇത് ഇങ്ങനെ ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ ഏകദേശം 12:30 തന്നെ കുണ്ടറ പോലീസിലെത്തി ഞങ്ങൾ ഇക്കാര്യം രേഖാമൂലം സെക്രട്ടറിയും ഞാനും അടക്കമുള്ള ഞങ്ങളെല്ലാം എത്തിയവിടെ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അക്കാര്യത്തിൽ ഉച്ചയ്ക്ക് ശേഷം മൊഴിയെടുത്ത് FIR നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.